പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സാപത്തിലെ നന്നായിട്ട് ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്ന് വെച്ചാൽ അറിയാം. ഇന്നലെ നമ്മുടെ ഉണ്ണിമിശിഹ ദേവാലയം മേലടൂരിലെ ശുശ്രൂഷകളൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു തീയായിട്ട് മാറി കേട്ടോ. നമ്മളുടെ ചാലക്കുടി ഫൊറോന പള്ളി പണിയിച്ച ആ അച്ഛനാണ് ഇപ്പോൾ മേലടൂർ പള്ളിയിലെ ജോസ് പാലാട്ടി അച്ഛൻ. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ കണ്ടത്, പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് ദൈവവചന ശുശ്രൂഷകളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനാണ് ജോസ് അച്ഛൻ. നമുക്ക് അങ്ങനെയുള്ള ധാരാളം വൈദികർ തിരുസഭയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവിടെ മേലടൂരിൽ ശരിക്ക് അച്ഛൻ്റെ ഇനീഷ്യേറ്റീവിൽ തുടങ്ങിയിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. അതിൻ്റെ ഞങ്ങളുടെ അത്ഭുതം, അതിൻ്റെ അച്ഛൻ്റെ കൂടെ തന്നെ കൈക്കാരന്മാർ, ബാക്കിയുള്ള എല്ലാവരും, അതായത് ഇത് പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഒരു അങ്ങനെ മാത്രമല്ല, ഇടവക സമൂഹത്തിൻ്റെ മുഴുവൻ പ്രോഗ്രാമായിട്ടാണ്. ചില ഇടവകളിലൊക്കെ അച്ഛൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ധ്യാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ കുറച്ച് പേരുണ്ടാവും, അങ്ങനെ ഒരു 10-20 പേരായിട്ടായിരിക്കും. ഇത് പള്ളി നിറച്ച ആൾക്കാർ ശരിക്കും അത് അച്ഛനും അതിൻ്റെ പുറകിലൊരു ടീമും ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശുശ്രൂഷകൾ, അങ്ങനെ ശരിക്കും വികാരിച്ചൻ്റെ കൂട്ടായ്മയിൽ ശക്തരായിട്ടുള്ള ഒരു ശുശ്രൂഷകർ നമ്മുടെ ഇടവകളിൽ ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകൾ, ഇനി ഇതൊക്കെയുള്ളൂ സഹോദരങ്ങളെ. നമ്മളെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതായത് ശക്തമായിട്ട് ദൈവരാജ്യ ശുശ്രൂഷകൾ, എല്ലാ മാസവും വചന ശുശ്രൂഷകൾ, കുമ്പസാരം, വിശുദ്ധ കുമ്പസാരം, അങ്ങനെയായിട്ട് ദൈവജനം എത്രമാത്രം കൃപയുടെ ജീവിതത്തിന് വേണ്ടി ദാഹിക്കുന്നുവോ അത്രമാത്രം അഭിഷേകങ്ങൾ ഉണ്ടാകും. നമ്മളാകെ കൂടിയൊരു ഒരു പെരുന്നാൾ മാത്രമായിട്ടാണ് നമ്മുടെ ആത്മീയത ഒതുങ്ങുന്നെങ്കിൽ, പ്രിയ സഹോദരങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തകർച്ചകളും അനർത്ഥങ്ങളും നമ്മളെ വേട്ടയാടും എന്ന കാര്യത്തിലൊരു സംശയമില്ല. ഹല്ലേലൂയ. ഇന്ന് അപ്പോൾ നമ്മളെ മേലടൂർ ഇടവക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദാനിയേലിൻ്റെ പുസ്തകം 1:9 വചനം വെളിപ്പെടുത്തുകയാണ്. ഇത് പറഞ്ഞില്ലല്ലോ, ഇത് നമ്മുടെ വചന ഹോള്. കുറച്ച് പേര് എന്നോട് പറഞ്ഞ്, അച്ഛാ ഞങ്ങൾ ഇന്ന് വരെ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് വരാൻ പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് ഹോളൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കി അച്ഛൻ മാറി നിൽക്കാതെ. ഇതാണ് കുഞ്ഞൊരു ഹോളാണ്. നമ്മുടെ ഒരു 10-200 പേർക്ക് മാക്സിമം സൗകര്യം ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ കാണാത്തവരെയൊക്കെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. വരുന്ന വ്യാഴാഴ്ച തുടങ്ങി നമ്മുടെ ആന്തരിക സൗഖ്യധ്യാനമാണ്. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, അച്ഛൻ തന്നെയാണ് മുഴുവൻ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. നിങ്ങളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പിന്നെ ഇന്ന് ധ്യാനിക്കുന്നപ്പോൾ 1:9 ദാനിയേലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കി. അതായത് അതിൻ്റെ അങ്ങനെ അധികാരിക്ക് ദാനിയേലിനോട് പ്രീതി അനുകമ്പയും തോന്നാൻ ദൈവം ഇടയാക്കാൻ കാരണം എന്താണെന്ന് പറയും സഹോദരങ്ങളെ. ദൈവീക നിയമം, അതായത് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ദൈവീക നിയമം, ഞങ്ങൾക്ക് സ്വർഗം അനുവദിക്കാത്ത ഒരു ഭക്ഷണവും ഞങ്ങൾക്ക് വേണ്ട എന്ന് ദാനിയേൽ പറയുന്നത് അത് നമ്മൾ കാണുന്നുണ്ട് സഹോദരങ്ങളെ. അതായത് 7-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവർ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനമാകുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. അതിനാൽ മലിനമാകാതിരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അവൻ ഷണ്ഡന്മാരുടെ നായകനോട് അഭ്യർത്ഥിച്ചു. അപ്പോൾ ആ നായകൻ എന്തു തോന്നി? ദാനിയേലിനോട് അവന് പ്രീതിയും അനുകമ്പയും തോന്നാൻ തക്കവിധം ദൈവം ഇടയാക്കി. ഇതുപോലെയാണ് സഹോദരങ്ങളെ. അതായത് സ്വർഗത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ ദൈവം നമ്മോട് അലിവ് തോന്നാനായിട്ട് വക്താക്കളെ ഉയർത്തും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് സ്വർഗത്തിൻ്റെ ഇഷ്ടം മാത്രം, വേറെ ആരുടെയും മനുഷ്യന്മാരുടെ ഇഷ്ടം നോക്കിയേക്കരുത്, അധികാരികളുടെ ഇഷ്ടം നോക്കിയേക്കരുത്. സ്വർഗത്തിൻ്റെ ഇഷ്ടം, യേശുവിൻ്റെ ഇഷ്ടം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ട ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിനമാക്കി മാറട്ടെ. കർത്താവേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ, എപ്പോഴും എന്നേക്കും. ആമേൻ.